ഹായ് ഫാമിലി, എല്ലാവർക്കും നേരു മീഡിയയിലേക്ക് സ്വാഗതം. നുന്നൂസ് കുറേ ദിവസമായി മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ട്രിപ്പ് ബീച്ചിലേക്കാക്കി. പക്ഷേ ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റായിരുന്നു, ഒരു 6 മണിയായിരുന്നു. എന്നാലും നല്ല നല്ല ആൾക്കാരൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കടൽ കുറച്ചുകൂടി ഏറിയിട്ടായിരുന്നു. ന്യൂസിന് വളരെ സന്തോഷമായി. മുഴപ്പിലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ചായതുകൊണ്ട് നടക്കുന്ന വഴിയിലൂടെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. കടലിലെ വെള്ളം ഇങ്ങോട്ട് വരുന്നത് കണ്ട് നുന്നൂസിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. നുന്നൂസ് വെള്ളത്തിൽ ഓടി നടക്കുകയാണ് ചെയ്തത്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ആ സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ കാണാം. കടല് നല്ല ഇതായിരുന്നു. മറ്റു ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കേണ്ടി പോകുമ്പം നുന്നൂസും അവരുടെ കൂടെ പോവുകയാണ്. ആദ്യമായിട്ടാണ് നുന്നൂസ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇതേപോലെ ഇറങ്ങുന്നത്. അവള് ജനിച്ചിട്ട് ഇതുവരെ ഇറങ്ങിയില്ല. അപ്പോൾ അവള് അവിടെ ഇങ്ങനെ ഓരോന്ന് എഴുതി കളിക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് അവള് വെള്ളത്തിൽ മതിമറന്ന് കളിക്കുകയാണ്. ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്, കാരണം ആദ്യമായിട്ടാണ് കടലിൽ ഇറക്കുന്നത്. നല്ല ആളുണ്ടായിരുന്നു. വണ്ടികൾ അപ്പുറത്തൂടെ ഇപ്പുറത്ത് പോകുന്നുണ്ട്. വൈകുന്നേരം കുറച്ചുകൂടി ഇരുട് വന്നപ്പം ദൂരെ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവള് വെള്ളത്തിറങ്ങിയ സന്തോഷത്തിന് ഡാൻസാണ്. ഷീബയും അവൾക്കുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഷീബ ഒരു കാര്യം പറഞ്ഞത്. ചോതി എന്ന് എഴുതിയാൽ കടലമ്മ വന്ന് മയക്കുമെന്ന്. പണ്ട് കാലത്ത് കടലമ്മയുടെ നക്ഷത്രമാണ് ചോതി എന്ന്. അപ്പോൾ ഷീബ ചോതി എന്ന് എഴുതിയപ്പോൾ തന്നെ അടുത്ത് വരെ വെള്ളം വന്നു. ഒന്നുകൂടി എഴുതിയപ്പോൾ എഴുതിയത് രണ്ടും മാച്ച് കഴിഞ്ഞ് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു അത്. ന്യൂസ് ഞങ്ങളോട് ചോദിച്ച് വീണ്ടും തിരയുടെ അങ്ങോട്ടേക്ക് പോയി. ചളിയൊക്കെ വാരി കളിക്കുകയാണ്. അതാ ചോദ്യം ഒരിക്കൽ കൂടി എഴുതുകയാണ്. ഫാമിലി കാണുന്നുണ്ടാവും. ചോദ്യം എഴുതിയ പാടെ തന്നെ വന്ന് വായിച്ച് കളഞ്ഞ്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് തീരെ സഹിക്കാൻ പറ്റാതെ അവർ വെള്ളത്തിൽ ഇരുന്ന് കൊണ്ടിതാക്കി. പിന്നെ കുറച്ച് സമയം ഞാനും വിചാരിച്ചു, വന്നതല്ലേ കുറച്ച് വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രീ ആയി വിട്ടു. പിന്നെ അവൾ കിടക്കലായി. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ നടപ്പാത. ഇത് ഒരാഴ്ച ആയിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഞങ്ങൾ മുഴപ്പിലങ്ങാട് പോയപ്പോൾ ഇതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നല്ല ഭംഗിയിലാണ്. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, 1-ാം ഘട്ടം പൂർത്തിയായിട്ടേ ഉള്ളൂ. എന്നാലും ഭയങ്കര തിരക്കായിരുന്നു. നല്ല കളർ മാറിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകളും. എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിനടുത്തോളം ഉണ്ടാവും ഈ നടപ്പാത എന്ന എൻ്റെ ഒരു ചെറിയൊരിത്. കാരണം അത്ര ദൂരത്തിലാണ് ചെടിയൊക്കെ ഫിറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഫിറ്റാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളും ഇതിൻ്റെ സൈഡ് വഴിയിലൂടെ നടപ്പാതയിലേക്ക് കയറി. ഈ നടപ്പാതക്ക് അടുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു അന്ന്. കാരണം കടൽ കുറച്ച് കയറിയിട്ടായിരുന്നു. നല്ല ഭംഗി തോന്നി. കാരണം ഇത് ഒരു ടൂറിസ്റ്റ് വികസന കേന്ദ്രമാക്കാനുള്ള സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടമാണ്. കാണുന്നില്ലേ, നല്ല ദൂരക്കാഴ്ചയിൽ തന്നെ നല്ല മനോഹര ആയിട്ട് തോന്നി. ആൾക്കാർക്ക് വന്നാൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ലൈറ്റും. ഭാവിയിൽ അങ്ങോട്ട് ഭക്ഷണ കടകളൊക്കെ വരും എന്നാണ് വിചാരിക്കുന്നത്. നല്ല ഒരു കാഴ്ചയായിരുന്നു അന്നത്തെ ദിവസം.
അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് വണ്ടികൾ പോകുന്ന റോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,